ഇപ്പോൾ അമേരിക്കയുടെ ഇറാൻ ആക്രമണത്തിൽ തുടർച്ചയായ 4 ദിവസത്തെ ഒരു ഇടവേളയുണ്ട്. 4ാം രാത്രിയിലും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്ക് ആക്രമണം ഉണ്ടായില്ല. അതിന് ട്രംപ് കാരണമായി പറയുന്നത് ഇറാൻ യുദ്ധത്തിനായി സമാധാനത്തിനായി അല്ലെങ്കിൽ ആക്രമണം നിർത്താനായി തന്നോട് യാചിച്ചു എന്നൊക്കെയുള്ള പരാമർശങ്ങളുണ്ട്. ചർച്ചകൾ തുടരുകയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ യുദ്ധം അവസാനിപ്പിക്കാൻ തങ്ങൾ ആരോടും യാചിക്കില്ല എന്നാണ് ഇറാൻ്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനം. യാചന തങ്ങളുടെ രക്തത്തിൽ ഇല്ലെന്നും ഇറാൻ പാർലമെന്റ് ഡെപ്യൂട്ടി സ്പീക്കർ ഹാജി ബാബായി പറഞ്ഞു. അതേസമയം ഇറാഖിൽ നിന്ന് തുടർച്ചയായി സൗദിക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയാണ്. ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച ഇന്ന് നടക്കും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നെതന്യാഹു അമേരിക്കയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതിലെന്തായിരിക്കും? ആക്രമണം കടുപ്പിക്കുകയാണോ അതോ കാര്യങ്ങൾ ഇസ്രായേലിനെ ട്രംപ് പറഞ്ഞ് മനസ്സിലാക്കുകയാണോ ചെയ്യുക എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. ഏതായാലും യാചിച്ചു എന്ന വാക്ക് തങ്ങളുടെ രക്തത്തിലില്ല എന്നുള്ള ഇറാന്റെ പ്രസ്താവന ട്രംപിനെ പ്രകോപിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഇതിപ്പോൾ യുദ്ധം സംഭവിക്കുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൻ്റെയൊക്കെ ഫലങ്ങൾ ആഗോള എണ്ണ വിപണിയിലും മറ്റും സംഭവിക്കുന്നുണ്ട്. 88 എണ്ണ വില താഴ്ന്നിട്ടുണ്ട്, ഏതാണ്ട് 100 കഴിഞ്ഞ എണ്ണവില. പക്ഷെ അപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ള ചില പ്രസ്താവനകളല്ലാതെ ഒരു തരത്തിലും ചർച്ചകളുടെ ലക്ഷണങ്ങളില്ല. ഇറാൻ പറയുന്ന ഹോർമുസ് തങ്ങൾക്ക് പൂർണ്ണമായും തങ്ങളുടെ പക്കലാണ്, തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന് പറയുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ എന്താണ് പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്നത്? ഈ വലിയൊരു ആക്രമണത്തിനായുള്ള ഒരു ഇടവേള എന്ന ഇസ്രായേൽ മാധ്യമങ്ങളുടെ ഒരു വിലയിരുത്തലുണ്ടല്ലോ, അത് സത്യമാവുകയാണോ? രഞ്ജിത്ത്, ഇറാൻ 1 ഇഞ്ച് പോലും പുറകോട്ട് പോകുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അവരുടെ പ്രസ്താവന ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് തങ്ങൾ അങ്ങനെ ആരുടെങ്കിലും യുദ്ധം നിർത്താൻ വേണ്ടി യാചിക്കും, അങ്ങനെ യാചിക്കുന്നൊരു ശീലം തങ്ങൾക്കില്ല എന്ന കാര്യമാണ്. അവരുടെ പാർലമെൻറ്റ് ഡെപ്യൂട്ടി സ്പീക്കർ ഹാജി ബാബായിയാണ് അങ്ങനെ ഒരു പ്രസ്താവന ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. യുദ്ധം എങ്കിൽ യുദ്ധം, അത് മുസ്തഫ ഖമേനി നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ്. ആ ഒരു നിലപാടിൽ തന്നെയാണ് ഇറാൻ ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷേ അമേരിക്ക ആകട്ടെ ഇപ്പോൾ 4 ദിവസം പിന്നിടുന്നുണ്ട്, വളരെ നിശബ്ദമായി നിൽക്കുന്നു, ആക്രമണം തുടരുന്നില്ല. തുടർച്ചയായി ഇറാനിലേക്ക് ആക്രമണം നടത്തിയിരുന്ന അമേരിക്ക വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ആക്രമണം നിർത്തുന്ന ഒരു നിലയിലേക്ക് പോയി. അതിന് കാരണമായി പറയുന്നത് സെൻട്രൽ കമാൻഡിൻ്റെ ചീഫ്, അവരുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു ചീഫാണ് ബ്രാഡ് കൂപ്പറിൻ്റെ നിർദ്ദേശം ട്രംപിന് മേൽ ഉണ്ടായി. അല്ലെങ്കിൽ ട്രംപിനോട് അദ്ദേഹം പറഞ്ഞത് ഇനി ഇങ്ങനെ യുദ്ധം തുടർന്നാൽ അത് അമേരിക്കയ്ക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും. കാരണം പ്രത്യേകിച്ച് അമേരിക്കയുടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയല്ല അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ടത്. ഇസ്രായേലിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്ക ഇറങ്ങുകയായിരുന്നു. പിന്നീട് ഹോർമൂസ് പോലുള്ള ചർച്ചയിലേക്ക് അതിൽ നിന്നുള്ള ഒരു ലാഭക്കൊതി ട്രംപിന് ഉണ്ടായി. പക്ഷേ അതൊന്നും തന്നെ അമേരിക്കയ്ക്ക് ആത്യന്തികമായി മെച്ചമുണ്ടാക്കില്ല. മാത്രമല്ല ഗൾഫിലെ സഖ്യരാജ്യങ്ങളുണ്ട്, ഇവർക്കൊക്കെ തന്നെ ആയുധം കൊടുക്കുന്നതിന് പരിമിതിയുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് പല കരാറുകളുണ്ട്. പക്ഷേ ആ രാജ്യങ്ങൾക്കൊന്നും തന്നെ അങ്ങനെ പണം കൊടുത്ത് അമേരിക്കയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നതിനോട് താല്പര്യമില്ല. അവരുടെ ബജറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ വ്യവസായത്തെയും ഈ എണ്ണ കച്ചവടത്തെയും ഒക്കെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അത് സൗദി ആകട്ടെ, ബഹ്റിനാകട്ടെ, ഖത്തറാകട്ടെ, കുവൈറ്റ് ആകട്ടെ, UAE ആകട്ടെ, അങ്ങനെയുള്ള രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഇങ്ങനെ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനോട് അല്ലെങ്കിൽ ഈ ഡ്രോണും മിസൈലുമൊക്കെ പ്രതിരോധിക്കുന്ന സംവിധാനങ്ങൾ കൂടുതലായി പണം കൊടുത്ത് വാങ്ങുന്നതിനോട് അവർക്ക് താല്പര്യമില്ല. കാരണം അവരുടെ താല്പര്യപ്രകാരമല്ല ഇങ്ങനെ ഒരു യുദ്ധം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന് മേലുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന് സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നിർദ്ദേശമുണ്ടാകുന്നു. ഇത് ട്രംപ് മുഖവിലക്കെടുക്കുകയാണ്. അവിടെയാണ് ചില ചർച്ചകൾക്ക് പ്രാധാന്യം വരുന്നത്. നെതന്യാഹു ഇപ്പോൾ തന്നെ US-ലെത്തിയിട്ടുണ്ട്. വൈറ്റ് ഹൗസിൽ വെച്ച് ഇന്ന് ചർച്ച നടക്കും. നെതന്യാഹുവിൻ്റെ താല്പര്യം യുദ്ധം തുടരണം എന്ന കാര്യമാണ്. അക്കാര്യത്തിൽ ട്രംപ് എന്ത് നിലപാടെടുക്കും? നെതന്യാഹുവിനെ പറഞ്ഞു മനസ്സിലാക്കുക, അല്ലെങ്കിൽ നേരത്തെ തന്നെ ഈ ആക്രമണം അമേരിക്ക വെടിനിർത്തൽ പാലിച്ചപ്പോൾ നെതന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായ പ്രസ്താവന ഉണ്ടാകുകയും ലെബനിലേക്ക്, ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം ഇസ്രായേൽ നടത്തുകയും ചെയ്തിരുന്നു. അത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയ തലവേദന ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ നെതന്യാഹുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമായി അവശേഷിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ അത് അനുസരിക്കുമോ എന്ന ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഇതുവരെ യുദ്ധത്തിൻ്റെ ഭാഗമല്ലാതിരുന്ന ഇറാഖ് ഈ സീനിലേക്ക് വരുന്നു എന്നത് മറ്റൊരു കൗതുകമുള്ള കാര്യമാണ്. മാസങ്ങൾ പിന്നിടുകയാണ്. ഖമേനി കൊല്ലപ്പെടുന്നത് ഫെബ്രുവരി 28 നടന്ന ആക്രമണത്തിലാണ്. പക്ഷേ അതിനുശേഷം
പല രാജ്യങ്ങളിലേക്കും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടന്നെങ്കിലും ഗൾഫ് മേഖലയിലുള്ള ഇറാഖ് നിശബ്ദത പാലിക്കുകയായിരുന്നു. അവിടുത്തെ സായുധ ഗ്രൂപ്പുകൾ ഇപ്പോൾ സൗദിയെ ആക്രമിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷിയ ഗ്രൂപ്പുകളാണ് അവിടെ നിന്നുള്ള ഇറാഖിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സൗദിയെ ആക്രമിക്കുന്നു. സൗദി അത് പ്രതിരോധിക്കുകയും ചെയ്യുന്നു. ആരാംകോ ഉൾപ്പെടെയുള്ള എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളിലേക്കാണ് ഇറാഖിൽ നിന്ന് ഇങ്ങനെ ആക്രമണം ഉണ്ടാകുന്നത്. ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആണ് ഇറാഖിന്റെ ഭാഗത്ത് നിന്നുള്ള ഇപ്പോഴത്തെ ആക്രമണം. അതാണ് സാഹചര്യം. ഏതായാലും നമുക്ക് കാത്തിരുന്നു കാണണം ഈ സമാധാന ചർച്ചകളുടെ പുരോഗതി. ഒപ്പം ഇന്നത്തെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അമേരിക്കൻ സന്ദർശനം അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന കാര്യമൊക്കെ.